സത്യമേവ ജയതയിലേക്ക് ഡോക്ടർ സാമുൽ വർഗീസ് IRS അവർക്ക് വീണ്ടും സ്വാഗതം. കള്ളക്കടത്തിനെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടർച്ചയായി ഈ എപ്പിസോഡിൽ അദ്ദേഹം വിശദീകരിക്കുന്നതാണ്. സർ, എന്തൊക്കെ സാധനങ്ങളാണ് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് വെളിയിലേക്കും കള്ളക്കടത്തായി കൊണ്ടുവരുന്നത്? നന്ദി മിസ്റ്റർ സിദ്ധാർത്ഥൻ. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം കള്ളക്കടത്ത് സാധനങ്ങളെ പറ്റിയാണ്. താങ്കൾ ചോദിച്ചതുപോലെ ഏതൊക്കെ സാധനങ്ങളാണ് ഇന്ത്യയിലേക്ക് കള്ളക്കടത്തായി വരുന്നത്, അതുപോലെ ഏതൊക്കെ സാധനങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് വെളിയിലേക്ക് കള്ളക്കടത്തായി കൊണ്ടുപോകുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സ്വർണം ആണ് ഇന്ത്യയിലേക്ക് കള്ളക്കടത്ത് നടത്തുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഐറ്റം. സ്വർണം, വെള്ളി, പ്ലാറ്റിനം എന്നീ ലോഹങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, വിദേശ തുണിത്തരങ്ങൾ എന്നിവയാണ് പ്രധാനപ്പെട്ട കള്ളക്കടത്ത് സാധനങ്ങൾ. ഇന്ത്യയിൽ നിന്ന് വെളിയിലേക്ക് പോകുന്ന കള്ളക്കടത്ത് സാധനങ്ങൾ പ്രധാനമായും മയക്കുമരുന്ന്, വനവിഭവങ്ങൾ, പുരാവസ്തുക്കൾ എന്നിവയാണ് പ്രധാനമായുള്ള കള്ളക്കടത്ത് സാധനങ്ങൾ. ഇതോടൊപ്പം വിദേശ ഇന്ത്യൻ കറൻസികളും ഇന്ത്യയിൽ നിന്ന് കള്ളക്കടത്തായി പോകുന്നുണ്ട്. ഇതോടനുബന്ധിച്ച് ഞാൻ എൻ്റെ ഓർമ്മയിൽ വരുന്നൊരു വിഷയം കൂടി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഞാൻ കൽക്കട്ട കസ്റ്റംസിൻ്റെ കീഴിലുള്ള ഹാത്തിയ തുറമുഖത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ലാൻഡ് കസ്റ്റംസ് ബോർഡറുകളിൽ നക്സൽബാരി, സിലഗുരി എന്നീ ലാൻഡ് കസ്റ്റംസ് സ്റ്റേഷൻസ്, അവിടെ നിന്നാണ് ബംഗ്ലാദേശിലേക്കുള്ള റോഡുകളും യാത്രകളും നടക്കുന്നത്. ഈ കസ്റ്റംസ് അട്ടാരി, സിലഗുരി, നക്സൽബാരി എന്നീ ചെക്ക് പോസ്റ്റുകൾ വഴിയാണ്. നക്സൽബാരി, സിലഗുരി എന്നീ ചെക്ക് പോസ്റ്റുകളിലെ പ്രധാനപ്പെട്ട ഒരു കള്ളക്കടത്ത് വസ്തു ഇന്ത്യൻ പശുക്കളാണ്. ഇന്ത്യൻ പശുക്കളെയും രാജസ്ഥാനിൽ നിന്നുള്ള ഇന്ത്യൻ ഒട്ടകങ്ങളെയും ഭക്ഷണാവശ്യത്തിനായി ബംഗ്ലാദേശിലേക്ക് ധാരാളമായി കള്ളക്കടത്ത് നടത്തുന്നുണ്ട്. ഇന്ത്യൻ ബോർഡറിൽ വെച്ച് അവ കസ്റ്റംസ് അധികൃതർ പിടിച്ചെടുക്കുകയും അവിടെ വെച്ച് തന്നെ ലേലം ചെയ്ത് അതിൻ്റെ പണം സർക്കാരിലേക്ക് മുതൽ കൂട്ടുകയും ചെയ്യുന്നത് പല പ്രാവശ്യം നേരിട്ട് കാണാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്.